ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. പാർട്ടിക്ക് ദോഷകരമാകുന്ന പരസ്യ പ്രസ്താവനകൾ നേതാക്കൾ പൂർണ്ണമായും ഒഴിവാക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഒരുങ്ങാനും നേതൃത്വം തയ്യാറെടുക്കുന്നു. അതേസമയം പുനഃസംഘടനാ ചർച്ചകളുമായി ഹൈക്കമാൻഡ് മുന്നോട്ടു പോകും. പാർട്ടി ലൈൻ വിട്ട് സംസാരിക്കരുതെന്നും ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്നുമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നൽകുന്ന കർശന നിർദ്ദേശം. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കവും കോൺഗ്രസ് ഉടൻ ആരംഭിക്കും. ഏപ്രിലിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കോൺഫറൻസോടെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമാകും. അതേസമയം ഇന്നലത്തെ യോഗത്തിൽ നേതൃമാറ്റ വിഷയങ്ങൾ ചർച്ചയായില്ലെങ്കിലും പുനഃസംഘടന വേണമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളുമായി ഈ വിഷയങ്ങൾ ചർച്ച നടത്തും. സുധാകരനെ കൂടി കാര്യം ബോധ്യപ്പെടുത്തിയാകും പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുക. 10 DCCകളിലും പുനഃസംഘടന ഉണ്ടാകും. മീഡിയ 1, ഡൽഹി.